സംസ്ഥാനത്ത് ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചിട്ട് ഒരു മാസമാവുന്നു. നിലവിൽ കണ്ണൂരും കൊല്ലവുമാണ് കൂടുതൽ ജാഗ്രതയോടെ നീങ്ങേണ്ട സാഹചര്യമുള്ളത്. കുളത്തൂപ്പുഴയിൽ കോവിഡ് സ്ഥിരീകരിച്ച രോഗിയുമായി സമ്പർക്കമുള്ളവരെ കണ്ടെത്താനുള്ള ശ്രമം തുടരുകയാണ്. കണ്ണൂരിൽ ഹോട്ട്സ്പോട്ടായി പ്രഖ്യാപിച്ച 24 ഇടങ്ങളിൽ ഇന്ന് പ്രത്യേക പരിശോധന നടത്തും. സംസ്ഥാനത്ത് ലോക്ക്ഡൌൺ ലംഘനത്തിനെതിരായ പരിശോധന ഇന്നും കർശനമായി തന്നെ തുടരും. വിവിധ ജില്ലകളിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുന്നു. ആദ്യം തിരുവനന്തപുരത്ത് VR കാർത്തികിലേക്ക് പോകാം. കാർത്തിക്, ഇന്നലെ തിരുവനന്തപുരത്ത് രാവിലെ സമയത്ത് നല്ല രീതിയിൽ തിരക്കുണ്ടായിരുന്നു. ഇന്ന് എന്താണ് അവസ്ഥ? മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് തിരുവനന്തപുരത്ത് നൽകാനുള്ളത്? കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് ഇന്ന് തിരക്ക് കുറവാണ്. നിരത്തുകളിൽ ഇറങ്ങുന്ന വാഹനങ്ങളുടെ എണ്ണത്തിൽ കാര്യമായ കുറവുണ്ട്. നമ്മളിപ്പോഴുള്ളത് പെരുകുട വഴയിലാണ്. ഇത് നഗരത്തിലേക്കുള്ള അതിർത്തിയാണ്. കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് താരതമ്യേന തിരക്ക് കുറവുണ്ട് എന്ന് തന്നെ പറയണം. ഏതായാലും കഴിഞ്ഞ ദിവസം മുതൽ അതിർത്തിയിൽ പരിശോധന കർശനമാക്കാനാണ് തീരുമാനം. സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ കേരളത്തിലേക്കുള്ള അതിർത്തികളിൽ പരിശോധന ശക്തമാക്കും. ബാരിക്കേഡുകളടക്കം സ്ഥാപിച്ചാവും ഇത്തരത്തിൽ പരിശോധന ശക്തമാക്കുക. തമിഴ്നാട് അടക്കമുള്ള സ്ഥലങ്ങളിൽ കോവിഡ് വ്യാപനം തുടരുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ നടപടി. കഴിഞ്ഞ ദിവസം കുളത്തൂപ്പുഴയിൽ ഒരാൾക്ക് കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു. തമിഴ്നാട്ടിൽ നിന്ന് എത്തിയതാണ്. ഇത്തരത്തിൽ തമിഴ്നാട്ടിൽ നിന്ന് പച്ചക്കറി ലോറികളിലും മറ്റും അനധികൃതമായി ആളുകളെ കടത്തുന്നു എന്ന തോതിൽ വ്യാപകമായ പരാതികൾ കഴിഞ്ഞ ദിവസം ഉയർന്നിരുന്നു. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് പരിശോധന കർശനമാക്കുന്നത്. ആംബുലൻസ് അടക്കം അടച്ചുമൂടിയ വാഹനങ്ങൾ പൂർണ്ണമായും പരിശോധിച്ച ശേഷമേ കടത്തിവിടാവൂ എന്നാണ് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഊടുവഴികളിലും പരിശോധന ശക്തമാക്കും. നാട്ടുകാരല്ലാത്തവരെ കണ്ടാൽ ഉടൻ തന്നെ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം എന്നൊരു നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ബൈക്ക് പെട്രോളിംഗും ഊടുവഴികളിൽ ശക്തമാക്കി. ഇതാണ് സാഹചര്യം. ഇപ്പോൾ ഇതുവഴി കടന്നു പോകുന്ന ലോറികളിലും അടക്കം കർശനമായി പരിശോധിച്ച ശേഷമാണ് കടത്തിവിടുന്നത്. പ്രത്യേകിച്ച് പാലോട്, പെരിങ്ങമല തുടങ്ങിയ പ്രദേശങ്ങളിലൂടെ, അതായത് അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിലൂടെ സ്വാഭാവികമായും വാഹനങ്ങൾ കടന്നു വരാറുണ്ട് നിത്യേന. ഇത്തരത്തിൽ ഇതുവഴി നഗരത്തിലേക്ക് എത്തുന്ന വാഹനങ്ങളിലും ഇന്ന് പരിശോധന കൂടുതൽ കർശനമാക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. ഏതായാലും തിരുവനന്തപുരം ജില്ലയിൽ ഒരാൾ മാത്രമാണ് ഇപ്പോൾ കോവിഡിന് ചികിത്സയിൽ ഉള്ളത്. ദിവസേന ഇത്തരത്തിൽ പിടിച്ചെടുക്കുന്ന വാഹനങ്ങളുടെ എണ്ണത്തിലും കൂടുതലാണ്. തിരുവനന്തപുരം റൂറലാണ് ഇത്തരത്തിൽ പിടിച്ചെടുക്കുന്ന വാഹനങ്ങളുടെ എണ്ണത്തിൽ കൂടുതലായി ഉള്ളത്. ഏതായാലും കർശനമായ ജാഗ്രത തുടരുകയാണ്. പരിശോധനയും കഴിഞ്ഞ ദിവസങ്ങളിലേതുപോലെ കർശനമായി തന്നെ തുടരുകയും ചെയ്യുന്നു. തിരുവനന്തപുരത്ത് കാർത്തികാണ് വിവരങ്ങൾ നൽകിയത്. ഇനി നമുക്ക് കണ്ണൂരേക്ക് പോകാം. കാരണം കണ്ണൂരാണ് കൂടുതൽ ശ്രദ്ധ ഈ ദിവസങ്ങളിൽ വേണ്ട ഒരിടമായി മാറിക്കൊണ്ടിരിക്കുന്നത്. മനുവാണ് ചേരുന്നത്. മനു, ട്രിപ്പിൾ ലോക്ക്ഡൗൺ ആണ്, കർശനമായ പരിശോധനയാണ്. എന്താണ് കണ്ണൂരിൻ്റെ അവസ്ഥ, ഹോട്ട്സ്പോട്ടുകളുടെ അവസ്ഥ? മനു, കേൾക്കാമോ? എന്താണ് കണ്ണൂരെ അവസ്ഥ? എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? കേൾക്കാമോ? ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കണ്ണൂരാണ് ഈ ദിവസങ്ങളിൽ ഇപ്പോൾ രോഗികൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതും മാത്രമല്ല ഏറ്റവും സൂക്ഷ്മമായി നിരീക്ഷിക്കേണ്ട ഒരിടവും. അതുകൊണ്ട് തന്നെ വളരെ കർശനമായ നിയന്ത്രണങ്ങളാണ് കണ്ണൂരിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് കണ്ണൂരേക്ക് വരാം. മനുവിന് ടെലിഫോണിൽ കിട്ടുന്ന മുറയ്ക്ക് ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് വിനീതയാണ് ചേരുന്നതെന്ന് പ്രതീക്ഷിക്കുന്നു. വിനീത, കൊച്ചിയുടെ അവസ്ഥ എന്താണ്? കൊച്ചിയിൽ ഇപ്പോഴും ജാഗ്രതാ നിർദ്ദേശങ്ങളും ഒക്കെ നിരീക്ഷണങ്ങളും ഒക്കെ തന്നെ ശക്തമായി തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. എങ്കിൽ പോലും ആദ്യഘട്ടത്തിൽ കൊച്ചി കോർപ്പറേഷനും അതോടൊപ്പം തന്നെ മുളവുകാടും പഞ്ചായത്തുമായിരുന്നു ജില്ലയിലെ ഹോട്ട്സ്പോട്ടായി നിശ്ചയിച്ചിരുന്നത്. എന്നാൽ ഇതിലാണ് ഇപ്പോൾ ഒരു മാറ്റം വന്നിട്ടുള്ളത്. പകരം ചുള്ളിക്കലും കത്രിക്കടവുമാണ് ഇപ്പോൾ പുതിയ ഹോട്ട്സ്പോട്ടുകളായി നിശ്ചയിച്ചിട്ടുള്ളത്. ഈ ഹോട്ട്സ്പോട്ടുകളുള്ള പ്രദേശങ്ങളിൽ ഇടവഴികളടക്കം അടച്ചുകൊണ്ടുള്ള ഒരു സുരക്ഷാ ക്രമീകരണം തന്നെയാണ് പോലീസും ഒരുക്കിയിട്ടുള്ളത്. ഇതിൽ പ്രധാനമായും അവർ പറയുന്നത് ഈ ഹോട്ട്സ്പോട്ട് പ്രദേശങ്ങളിലേക്ക് ഒരു വഴിയിൽ കൂടി മാത്രമായിരിക്കും വാഹനങ്ങൾക്കോ അല്ലെങ്കിൽ ആളുകൾക്കോ ഒക്കെ ഒരു പ്രവേശനം ഉണ്ടാവുക. മറ്റ് ഇടവഴികളൊക്കെ തന്നെ അടച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ള ഒരു പരിശോധന, അത്തരത്തിലുള്ള ഒരു നിയന്ത്രണം തന്നെയാണ് ജില്ലാ ഭരണകൂടവും മുന്നോട്ട് വയ്ക്കുന്നത്. സമൂഹവ്യാപനം ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയുന്നതിനും മറ്റുമായി ഓരോ പഞ്ചായത്തുകളും നഗരസഭയും ഒക്കെ കേന്ദ്രീകരിച്ച് പ്രത്യേകമായി ആളുകൾക്ക് പരിശോധനയും നടത്തുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ മരട് നഗരസഭ കേന്ദ്രീകരിച്ചായിരിക്കും ഇത്തരമൊരു പരിശോധന നടത്തുക. ഇത് കഴിഞ്ഞ ദിവസമാണ് ഇത് സംബന്ധിച്ചൊരു തീരുമാനം ഉണ്ടാകുന്നത്. അതേസമയം 24-ാം തീയതിയോടുകൂടി ജില്ലയിൽ ഏതൊക്കെ രീതിയിലാണ് ഇളവുകൾ നൽകേണ്ടത് അടക്കമുള്ള കാര്യങ്ങൾ തീരുമാനിക്കേണ്ടതുണ്ട്.
ഇതിന് മുന്നോടിയായി ജില്ലാ ഭരണകൂടം പ്രത്യേകമായ ഒരു യോഗം ചേരുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഇതിലായിരിക്കും ഏതൊക്കെ മേഖലകളിലായിരിക്കണം ഒരുപക്ഷെ ഇത്തരത്തിൽ നിയന്ത്രണം കൊണ്ടുവരേണ്ടത് അടക്കമുള്ള ഒരു കാര്യത്തിലേക്ക് ഒരു തീരുമാനം ഉണ്ടാവുക. നമുക്കറിയുന്ന പോലെ തന്നെ എറണാകുളം ഏറ്റവും കൂടുതൽ IT സെക്ടറുകൾ, IT കമ്പനികളൊക്കെ ഉള്ള ഒരു ജില്ല തന്നെയാണ്. അതുകൊണ്ട് ഏതാണ്ട് ഇവിടെയൊക്കെ തന്നെ ജീവനക്കാർക്ക് സ്ഥാപനങ്ങളിലേക്ക് വന്ന്, അതായത് പരിമിതപ്പെടുത്തിക്കൊണ്ട് സ്ഥാപനങ്ങളിലേക്ക് വന്ന് ജോലി ചെയ്യുന്നതിനടക്കം അനുവദിക്കുമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ ഇവർക്ക് മാർഗമൊരുക്കുമോ എന്നടക്കമുള്ള കാര്യങ്ങൾ ആ ഒരു യോഗത്തിൽ തീരുമാനമുണ്ടാകും. അതോടൊപ്പം തന്നെ കോർപ്പറേഷന്റെ കീഴിൽ വരുന്ന പ്രദേശങ്ങളിൽ ചരക്കു നീക്കത്തിനുള്ളൊരു അനുമതി കൂടി ഉണ്ടാകുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ഇത് സംബന്ധിച്ച് ഒരു വ്യക്തത വരുന്നതിന് വേണ്ടി കൃത്യമായ ഒരു യോഗം ചേരണമെന്നും അറിയിച്ചിട്ടുണ്ട്. എന്തു തന്നെയാലും ഈ ഹോട്ട്സ്പോട്ടുകൾ എന്ന രീതിയിൽ ഇപ്പോൾ കത്രിക്കടവും അതോടൊപ്പം തന്നെ ചുള്ളിക്കലുമാണ് ഉള്ളത്. ചുള്ളിക്കലിൽ ആദ്യം രോഗം ബാധിച്ച യാക്കൂബ് സെഡ്സ് താമസിച്ചിരുന്ന ഫ്ളാറ്റ് ഉണ്ട്. ഈ ഫ്ളാറ്റ് പോലീസ് ഉദ്യോഗസ്ഥർ ബാരിക്കേഡ് വെച്ച് സീൽ ചെയ്തിരിക്കുകയാണ്. പ്രത്യേക സുരക്ഷ ഒരുക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്തരമൊരു നടപടി എടുത്തിട്ടുള്ളത്. ഈ പ്രദേശങ്ങളിലേക്ക് എറണാകുളത്തിന്റെ വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ കണ്ണൂരിൽ മനുവിന്റെ ടെലിഫോൺ ലൈൻ ശരിയായിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. മനു, കണ്ണൂരിൽ കഴിഞ്ഞ ദിവസം 7 പേർക്ക് രോഗബാധ. ഏറ്റവും ശ്രദ്ധിക്കേണ്ട സമയങ്ങളിലൊന്ന് എന്താണ് അവിടുത്തെ അവസ്ഥ? കണ്ണൂരിൽ ട്രിപ്പിൾ ലോക്ക്ഡൌൺ 2ാം ദിവസത്തിലേക്ക് കടക്കുന്നു. കൂടുതൽ നിയന്ത്രണങ്ങൾ കർശനമാക്കുക എന്നതാണ് പോലീസ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഹോട്ട്സ്പോട്ടുകൾ കണ്ണൂർ ജില്ലയിൽ ഇന്നലെ 25 ഹോട്ട്സ്പോട്ടുകളാണ് ഉണ്ടായിരുന്നത്. അതിൽ ചില മാറ്റങ്ങൾ വരുത്തി കണ്ണൂർ കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ ഒഴിവാക്കി ചില പുതിയ പ്രദേശങ്ങൾ കൂട്ടിച്ചേർക്കുകയും ചെയ്ത് 24 പ്രദേശങ്ങളിൽ ഹോട്ട്സ്പോട്ട് ആയി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇവിടെ മരുന്ന് കടകൾ മാത്രമേ തുറക്കാവൂ എന്നൊരു നിർദ്ദേശമാണ് പൊതുവെ നൽകിയിട്ടുള്ളത്. ഇന്നലെ 7 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. അതിൽ 4 പേർ വിദേശത്തു നിന്ന് വന്നവരാണ്. 2 പേർ സമ്പർക്കത്തിലൂടെയും അവർക്ക് രോഗം സ്ഥിരീകരിച്ചു. അതുകൊണ്ട് തന്നെ വളരെ കർശനമായ ഒരു നിയന്ത്രണം ജില്ലയിൽ നടപ്പിലാക്കുന്നു. 330 പേരെയാണ് ഇന്നലെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. യെസ് മനു, കണ്ണൂരിൽ നിന്ന് മനുവാണ് വരുന്നത്. ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഇപ്പോഴും ഉണ്ട്. ഏതായാലും കണ്ണൂരിലെ സ്ഥിതി ഇങ്ങനെയാണ്. ട്രിപ്പിൾ ലോക്ക്ഡൗൺ ആണ്, കർശന നിരീക്ഷണമാണ്. കൊല്ലത്തേക്ക് പോവാം. കൊല്ലത്ത് നിന്നും വിനോദാണ് ചേരുന്നത്. വിനോദ്, കൊല്ലത്ത് ഇന്നലെ കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല പുതുതായി. എന്നിരുന്നാൽ തന്നെയും കുളത്തുപുഴയിലെ നേരത്തെ റിപ്പോർട്ട് ചെയ്ത ആ വ്യക്തിയുടെ റൂട്ട് മാപ്പ് സംബന്ധിച്ച ചില കൺഫ്യൂഷൻസ്, കൂടാതെ നിരീക്ഷണം കൂടുതൽ ശക്തമാക്കേണ്ടി വരുന്നതിൻ്റെ ആവശ്യകത എന്തൊക്കെയാണ് കൊല്ലത്തുനിന്നുള്ള വിവരങ്ങൾ? ഗോപി, കുളത്തൂപ്പുഴയിൽ ഇപ്പോൾ ഡബിൾ ലോക്ക്ഡൗൺ ആണ്. ഡബിൾ ലോക്ക്ഡൗൺ, അതായത് സർക്കാർ വാഹനങ്ങൾ കടന്നു പോകുന്നതിനുൾപ്പെടെ പാസ് നൽകിയിട്ടുണ്ട്. ഭക്ഷ്യവസ്തുക്കളുമായി വരുന്ന വാഹനങ്ങൾക്ക് പാസ്സുണ്ട്. അതിൽ വരുന്ന ആളുകളുടെ എണ്ണം രേഖപ്പെടുത്തും. ഗോപി സൂചിപ്പിച്ചതുപോലെ തന്നെ കുളത്തൂപ്പുഴയിലെ ആൾ 2 തവണയാണ് തമിഴ്നാട്ടിൽ പോയി തിരികെ എത്തിയത്. അദ്ദേഹം ഒരു മരണവീട്ടിൽ പോവുകയും അവിടെ തന്നെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാനും പോയിരുന്നു. വാഹനങ്ങളിലും കാൽനടയായുമായാണ് അദ്ദേഹം യാത്ര നടത്തിയത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ബന്ധപ്പെട്ടവരുമായി സംബന്ധിച്ച വിവരങ്ങൾ ശേഖരിക്കുന്നത് ആരോഗ്യവകുപ്പിനെ സംബന്ധിച്ച് ഒരു വലിയ വെല്ലുവിളി നിറഞ്ഞ കാര്യമാണ്. പക്ഷേ പരമാവധി ആളുകളെ ഇതിനകത്ത് തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. പ്രൈമറി സെക്കൻഡറി കോൺടാക്റ്റുകൾ എന്ന നിലയ്ക്ക് 26 പേരെയാണ് കണ്ടെത്തിയത്. ഇതിൽ ചിലരുടെ ശ്രമം കഴിഞ്ഞ ദിവസം തന്നെ പരിശോധിച്ച് അതിൻ്റെ റിസൾട്ട് വന്നിരുന്നു, നെഗറ്റീവാണ്. ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല. പക്ഷേ 3 പഞ്ചായത്തുകൾ പൂർണ്ണമായും അടച്ചിരിക്കുകയാണ്. കുളത്തൂപ്പുഴ, ആര്യങ്കാവ്, തെന്മല, ഈ തരത്തിലാണ് പഞ്ചായത്തുകൾ അടച്ചിരിക്കുന്നത്. അവിടെ ചെറിയ റോഡുകൾ പോലും ബാരിക്കേഡുകൾ ഉയർത്തി വാഹന ഗതാഗതം തടസ്സപ്പെടുത്തിയിരിക്കുന്നു. സർക്കാരിൻ്റെ ആവശ്യങ്ങൾക്ക് മാത്രം ആ ഭാഗത്തേക്ക് പോകാം. അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിൽ നിന്നും തിരിച്ചും ഭക്ഷ്യവസ്തുക്കളോ അല്ലെങ്കിൽ മെഡിക്കൽ ആവശ്യം, ഈ തരത്തിൽ മാത്രമാണ് വാഹനങ്ങൾ അനുവദിക്കുന്നത്. അതും കർശന നിയന്ത്രണത്തോടു കൂടിയാണ്. 24-ന് ശേഷം നിയന്ത്രണങ്ങളിൽ ഇളവ് ലഭിക്കുന്ന പട്ടികയിലുള്ള ഇടമാണ് കൊല്ലം ജില്ല. പക്ഷേ ഈ 3 പഞ്ചായത്തുകൾക്കും ഇളവ് നൽകില്ല. കുളത്തൂപ്പുഴ പഞ്ചായത്തിൽ ഇപ്പോൾ തന്നെ നിരോധനാജ്ഞ നിലനിൽക്കുന്നുണ്ട്. ഏതായാലും കൂടുതൽ പേർക്ക് ഈ രോഗവ്യാപനം ഉണ്ടായോ എന്ന കാര്യമാണ് പരിശോധിക്കുന്നത്. അദ്ദേഹം സമീപത്തെ അമ്പലക്കുളത്തിൽ പോവുകയും അവിടെ തുടർച്ചയായ 3 ദിവസം കുളിക്കുകയും സമീപത്തെ വീടുകളിൽ പോവുകയും വ്യാപാര സ്ഥാപനങ്ങളിൽ പോവുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 5 വീടുകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധന എന്ന നിലയ്ക്കാണ് ആരോഗ്യവകുപ്പിൻ്റെ ഓരോ ടീമും ഇപ്പോൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അത്ര കർശനമായ ഒരു പരിശോധന തന്നെ കുളത്തൂപ്പുഴയിലും പരിസര പ്രദേശങ്ങളിലുമുണ്ട്. ഏതായാലും നഗരത്തിലും വാഹന പരിശോധന കർശനമാണ്. കാരണം ആ ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങളെ കൂടുതൽ പരിശോധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു. ജില്ലയ്ക്കുള്ളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വാഹനങ്ങൾ സഞ്ചരിക്കുന്നതിന് കുറച്ച്
ഇളവ് വരുത്തിയിരുന്നെങ്കിൽ കൂടി ഇന്ന് സ്ഥിതി ആകെ മാറിയിട്ടുണ്ട്. കാരണം വലിയ തോതിലുള്ള നിയന്ത്രണമാണ് ഇന്നിപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. വിനോദ് സൂചിപ്പിച്ച പോലെ കൊല്ലവും നമ്മൾ ഈ ഘട്ടത്തിൽ ഏറെ ശ്രദ്ധിക്കേണ്ട ഒരിടമാണ്. സുരക്ഷയും ശ്രദ്ധയും തന്നെയാണ് വേണ്ടത്. കോഴിക്കോട്ടേക്ക് വരാം. കോഴിക്കോട്ട് നിന്നും സനോജാണ് ചേരുന്നത്. സനോജ്, കോഴിക്കോട്ട് നല്ല 2 പേർക്ക് അല്ലേ ശരി പുതുതായിട്ട് പോസിറ്റീവായിട്ട് വന്നത്. സ്വാഭാവികമായും കോഴിക്കോടിൻ്റെ ഇതുവരെയുള്ള കണക്കുകളൊക്കെ ആത്മവിശ്വാസം തരുന്നതായിരുന്നു. എന്നാൽ തന്നെയും ഒരു തരത്തിലുള്ള ശ്രദ്ധക്കുറവിനും ഇടയാക്കരുത് എന്ന രീതിയിൽ തന്നെയല്ലേ കാര്യങ്ങൾ. ഇന്ന് രാവിലെ എന്താണ് അവസ്ഥ? തീർച്ചയായിട്ടും ഗോപി, കോഴിക്കോടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്നലെ ആശ്വാസകരമായ ഒരു ദിവസമായിരുന്നില്ല. കാരണം കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഹൗസ് സർജൻസിയിൽ പ്രവേശിക്കാനിരുന്ന ഡോക്ടർക്കും ഒപ്പം തന്നെ സ്വകാര്യ ആശുപത്രിയിലെ ഒരു നേഴ്സിനുമാണ് COVID-19 സ്ഥിരീകരിച്ചിട്ടുള്ളത്. ചെറിയ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്നലെ വീണ്ടും കോവിഡ് പോസിറ്റീവ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ യാതൊരു വിട്ടുവീഴ്ചകളും വേണ്ട ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങൾ, ശക്തമായ പോലീസ് പരിശോധനകൾ ജില്ലയിൽ തുടരുവാൻ തന്നെയാണ് തീരുമാനം. അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിരാവിലെ തന്നെ പോലീസ് നിരത്തിലിറങ്ങി വാഹനങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നിരത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോൾ ചെറിയ തിരക്ക് കുറവുണ്ട്. സാധാരണ രാവിലെ 9 മണി മുതൽ 10 മണി വരെയാണ് തിരക്ക് അനുഭവപ്പെടുന്നത്. കാരണം ആ സമയങ്ങളിലാണ് സർക്കാർ സ്ഥാപനങ്ങളിലേക്കും ഒപ്പം സ്വകാര്യ സ്ഥാപനങ്ങളിലേക്കും തുറക്കാൻ അനുമതി നൽകിയിരിക്കുന്ന വ്യാപാര സ്ഥാപനങ്ങളിലേക്കുമൊക്കെ പോകുന്ന ആളുകളുടെ തിരക്ക് അനുഭവപ്പെടുന്നത്. ആ സമയങ്ങളിൽ ഇവിടെ പലപ്പോഴും തിരക്ക് അനുഭവപ്പെടാറുണ്ട്. എന്നാൽ ഇപ്പോൾ പൊതുവെ തിരക്ക് കുറവാണ്. മതിയായ കാരണങ്ങളും രേഖകളുമില്ലാതെ നിരത്തിലിറങ്ങുന്ന വാഹനങ്ങൾക്കെതിരെ കർക്കശമായ നിലപാട് തന്നെ പോലീസ് സ്വീകരിക്കുന്നു. അതുപോലെ തന്നെ മാസ്ക് ഉപയോഗിക്കാതെ പുറത്തിറങ്ങിയാൽ അവർക്കെതിരെ നടപടി സ്വീകരിക്കുന്നു. ഇരുചക്ര വാഹനങ്ങളിൽ 2 പേർ യാത്ര നടത്തുന്നത് പരമാവധി ഒഴിവാക്കണമെന്ന ഒരു നിർദ്ദേശവുമാണ് പോലീസ് നൽകുന്നത്. എന്തായാലും സ്വകാര്യ ആശുപത്രിയിൽ നേഴ്സിന് രോഗം റിപ്പോർട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ കോടഞ്ചേരിയിലെ മൈക്കാവിൽ 14-ാം വാർഡും ഒപ്പം 13, 15, 16 എന്നീ വാർഡുകളും ട്രിപ്പിൾ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാരണം അവിടെയാണ് ഈ നേഴ്സ് താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു കർക്കശമായ നിലപാട് ആരോഗ്യവകുപ്പിൻ്റെയും ജില്ലാ ഭരണകൂടത്തിൻ്റെയും ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഗോപി, യെസ്, സനോജാണ് വിവരങ്ങൾ നൽകിയത്. മലപ്പുറത്തേക്ക് പോകാം. മലപ്പുറത്ത് നിന്ന് അനുമോദാണ് ചേരുന്നത്. ക്ഷമിക്കണം, അനുമോദന് ഈ ഘട്ടത്തിൽ നമുക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. നമുക്ക് വരും മണിക്കൂറിൽ നോക്കാം. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട മറ്റു വാർത്തകളിലേക്ക് കൂടി. ചരക്ക് ലോറികളുമായി സംസ്ഥാനത്തേക്ക് വരുന്ന ഡ്രൈവർമാർ ലോക്ക്ഡൌൺ നിർദ്ദേശങ്ങൾ ലംഘിക്കുന്നത് വ്യാപകമാവുന്നു. നിർദ്ദേശങ്ങൾ ലംഘിച്ച ഒരാളെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലീസ് കസ്റ്റഡിയിലെടുത്തു. അതിർത്തികളിൽ നിന്നും ആളുകളെ ലോറികളിൽ കടത്തുന്നതായും വ്യക്തമായിട്ടുണ്ട്. കോവിഡ് വ്യാപകമാകുന്ന തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിൽ നിന്നാണ് കേരളത്തിലേക്ക് പ്രധാനമായും സാധനങ്ങൾ എത്തിക്കുന്നത്. ചരക്ക് ലോറി ഡ്രൈവർമാർ ലോക്ക്ഡൌൺ നിർദ്ദേശങ്ങൾ പാലിക്കുന്നില്ലെന്നാണ് കണ്ടെത്തൽ. കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിൽ നിന്നുള്ള ലോറി ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കഴക്കൂട്ടം വെയർഹൌസ് ഗോഡൌണിലെത്തിയ ഡ്രൈവർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് സമീപത്തെ ബന്ധുവീട്ടിലേക്കാണ് പോയത്. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് ഇയാളെ നിരീക്ഷണത്തിലേക്ക് മാറ്റി. കഴിഞ്ഞ ദിവസം പച്ചക്കറി ലോറിയിൽ കേരളത്തിലേക്ക് കടന്ന 3 പേരെ കരമന പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. പണം വാങ്ങി ആളുകളെ ചരക്ക് ലോറികളിൽ കടത്തുന്നതായാണ് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട്. ജില്ലാ കളക്ടർ കെ ഗോപാലകൃഷ്ണനും തിരുവനന്തപുരം റേഞ്ച് DIG സഞ്ജയ് കുമാർ ഗുരുഡിനും കഴിഞ്ഞ ദിവസങ്ങളിൽ അതിർത്തിയിൽ പ്രത്യേക പരിശോധനയും നടത്തിയിരുന്നു. സംസ്ഥാനത്തെത്തുന്ന ലോറികൾ കൃത്യമായി മടങ്ങുന്നുണ്ടോ എന്ന കാര്യത്തിലും പരിശോധനയുണ്ടാകുമെന്ന് അധികൃതർ അറിയിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. സംസ്ഥാന ചരിത്രത്തിലെ ഏറ്റവും മോശമായ സാമ്പത്തിക സ്ഥിതിയിലാണ് കോവിഡും തുടർന്നുള്ള ലോക്ക്ഡൌണും കേരളത്തെ കൊണ്ടെത്തിച്ചത്. എല്ലാ മേഖലകളിലെയും വരുമാനം നിലച്ചു. ഒരു മാസത്തെ ഏകദേശ നഷ്ടം 70,000 കോടിയാണ് എന്നാണ് പ്രാഥമിക കണക്ക്. നഷ്ടത്തെക്കുറിച്ചും അതിൽ നിന്ന് കയറാനുള്ള മാർഗങ്ങളെക്കുറിച്ചും പഠിക്കാൻ വിദഗ്ധ സമിതിയെ സർക്കാർ നിയോഗിക്കും. സംസ്ഥാനത്തിന്റെ ആഭ്യന്തര വളർച്ചാ നിരക്കിൽ 82% ഇടിവുണ്ടായെന്നാണ് കണക്കാക്കുന്നത്. കാർഷിക അനുബന്ധ മേഖലകളും സർവീസ് മേഖലകളും തൊഴിൽ വ്യാവസായിക മേഖലകളും തകർന്നു. നിർമ്മാണ മേഖല നിശ്ചലമായി. സംസ്ഥാന രൂപീകരണത്തിനു ശേഷമുള്ള ഏറ്റവും മോശം സാമ്പത്തിക സ്ഥിതിയിലൂടെയാണ് കേരളം കടന്നുപോകുന്നതെന്ന് വിദഗ്ധർ. കോവിഡിൽ നിന്ന് പഴയ നിലയിലേക്ക് എപ്പം സംസ്ഥാനം എത്തിച്ചേരുന്നു, ഇതിനനുസരിച്ചായിരിക്കും ഈ തകർച്ചയിൽ നിന്ന് നമ്മൾ കരകയറുന്നത്. എങ്കിലും ഇപ്പോഴുള്ള പ്രാഥമികമായിട്ടുള്ള എല്ലാ വിവരങ്ങളും വെച്ച് നോക്കിയാൽ സംസ്ഥാന ചരിത്രത്തിലെ ഏറ്റവും വലിയ GDP-യുടെ നഷ്ടവും അതോടൊപ്പം തന്നെ തൊഴിൽ മേഖലയിലും ഏറ്റവും വലിയ നഷ്ടം ഉണ്ടായിരിക്കുന്ന ഒരു സ്ഥിതിയാണ് ഈ GDP മൂലം, ഈ കോവിഡ് മൂലം ഉണ്ടായിട്ടുള്ളത്. വരുമാനം നിലച്ചതും ചെലവുകൾ വർദ്ധിച്ചതും സർക്കാരിനെ വലിയ പ്രതിസന്ധിയിലേക്കാണ് തള്ളിവിട്ടിട്ടുള്ളത്. സംസ്ഥാനത്തിന്റെ തനത് നികുതി വരുമാനം ഏതാണ്ട് നിലച്ച അവസ്ഥയിലാണ് എന്നതാണ്. ചെലവുകളുടെ കാര്യത്തിൽ വലിയ വർധനയാണ് ഉണ്ടാകുന്നത്. COVID-19 ബാധയെ തുടർന്നുണ്ടായ സാമ്പത്തിക പ്രശ്നങ്ങളും വരാനിരിക്കുന്ന പ്രത്യാഘാതങ്ങളും കൃത്യമായി കണക്കാക്കിയിട്ടില്ല. അതിനായി ഒരു വിദഗ്ധ സമിതിയെ നിയോഗിച്ച് പരിശോധിക്കേണ്ടതായിട്ട് വരും. ലോക്ക്ഡൌൺ കഴിഞ്ഞാലും ഈ പ്രതിസന്ധിയിൽ നിന്ന് കരകയറുക എളുപ്പമല്ല. കേരള സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലായ പ്രവാസലോകം നേരിടുന്നതും വലിയ തിരിച്ചടിയാണ്. കോവിഡിൽ
തൊഴിൽ നഷ്ടപ്പെട്ട പ്രവാസികൾ ലോക്ക്ഡൌണിന് ശേഷം കൂട്ടത്തോടെ കേരളത്തിലേക്ക് വരും. ആ വരുമാനം നിലയ്ക്കുമെന്നത് മാത്രമല്ല, അവർക്ക് കൂടി സംരക്ഷണമൊരുക്കുകയെന്ന വലിയ ഭാരവും സർക്കാരിനുമേൽ വരും. ആരോഗ്യപരമായി മാത്രമല്ല, സാമ്പത്തികമായും സംസ്ഥാനത്തെ തകർക്കുന്ന വിപത്തായി മാറുകയാണ് കോവിഡ്. ന്യൂസ് 18 തിരുവനന്തപുരം. ഇടവേള. ലോകത്ത് കോവിഡ് ഭീഷണി ദീർഘനാൾ നിലനിൽക്കുമെന്ന ലോകാരോഗ്യ സംഘടനയുടെ മുന്നറിയിപ്പ്. പല രാജ്യങ്ങളിലും വൈറസ് പ്രാഥമിക ഘട്ടത്തിലാണെന്ന് ലോകാരോഗ്യ സംഘടന വിലയിരുത്തി. ലോകത്താകമാനം കോവിഡ് മരണം 1,84,000-ഉം രോഗികളുടെ എണ്ണം 26 ലക്ഷവും കടന്നു. അമേരിക്കയിൽ രോഗവ്യാപനം നിയന്ത്രിക്കാനാവാതെ തുടരുകയാണ്. 48,000-ലേറെ പേർ മരിച്ചു. 24 മണിക്കൂറിനിടെ മരിച്ചത് 2,300-ലേറെ പേരാണ്. അമേരിക്കയിൽ ആദ്യ കോവിഡ് മരണം ഔദ്യോഗിക കണക്കുകളേക്കാൾ മുൻപുണ്ടായതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നു. യൂറോപ്യൻ രാജ്യങ്ങളിൽ പുതിയ കേസുകളുടെ എണ്ണത്തിൽ കുറവ് രേഖപ്പെടുത്തി. 9 ദിവസം കൊണ്ടാണ് രാജ്യത്ത് 10,000 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചത്. രാജ്യത്തെ കോവിഡ് വ്യാപനത്തിന്റെ തോത് വ്യക്തമാക്കുന്നതാണ് ഈ കണക്കുകൾ. ആദ്യ 10,000 കേസുകൾ സ്ഥിരീകരിക്കാൻ 75 ദിവസം വേണ്ടിവന്നു. അതേസമയം രാജ്യത്ത് കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 652ആയി. രാജ്യത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 20,000 കടന്നിരിക്കുകയാണ്. മഹാരാഷ്ട്രയിലും ഗുജറാത്തിലും മധ്യപ്രദേശിലും ദിവസേന ആളുകൾ മരിക്കുന്നു. ഗുജറാത്തിൽ മരണസംഖ്യ 100 കടന്നു. രോഗം ഇരട്ടിക്കുന്നതിന്റെ തോത് കുറഞ്ഞുവെന്ന് സർക്കാർ ആവർത്തിക്കുമ്പോഴും അങ്ങനെ പറയാറായിട്ടില്ലെന്ന് വ്യക്തമാക്കുന്നതാണ് കണക്കുകൾ. രാജ്യത്ത് ആദ്യ കോവിഡ് കേസ് സ്ഥിരീകരിച്ചത് ജനുവരി 30-നായിരുന്നു. ചൈനയിലെ വുഹാനിൽ നിന്ന് തൃശൂരിലെത്തിയ മെഡിക്കൽ വിദ്യാർത്ഥിക്കായിരുന്നു ആദ്യം രോഗം സ്ഥിരീകരിച്ചത്. പിന്നീട് കേരളത്തിലും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലും രോഗബാധിതരെ കണ്ടെത്തി. മാർച്ച് 24-ന് പ്രധാനമന്ത്രി ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കുമ്പോൾ 536 കോവിഡ് ബാധിതരാണ് രാജ്യത്ത് ഉണ്ടായിരുന്നത്. 9 പേർ മരണമടയുകയും ചെയ്തിരുന്നു. കോവിഡ് ബാധിതരുടെ എണ്ണം 10,000 പിന്നിടുന്നത് ഏപ്രിൽ 14-നാണ്. ഏപ്രിൽ 14-ന് രാവിലെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട കണക്ക് പ്രകാരം 10,363 രോഗികൾ, 339 മരണം. ആദ്യ കേസ് റിപ്പോർട്ട് ചെയ്ത ജനുവരി 30-ൽ നിന്ന് 10,000 കേസുകൾ സ്ഥിരീകരിച്ച ഏപ്രിൽ 14-ലെത്താൻ വേണ്ടി വന്നത് 75 ദിവസമാണ്. എന്നാൽ ഏപ്രിൽ 14 മുതൽ ഏപ്രിൽ 22 വരെയുള്ള അടുത്ത 9 ദിവസം കൊണ്ട് 10,000 കേസുകൾ കൂടി രാജ്യത്ത് സ്ഥിരീകരിച്ചു. മരണം ഏതാണ്ട് ഇരട്ടിയായി. മെയ് ആദ്യവാരം കോവിഡ് വ്യാപനം ഉയർന്ന തോതിൽ എത്തിയേക്കുമെന്ന് ആരോഗ്യരംഗത്തെ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. അതിനാൽ തന്നെ അടുത്ത 2 ആഴ്ച രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ്. ER രാഗേഷ്, ന്യൂസ് 18. ആരോഗ്യ പ്രവർത്തകർക്കെതിരെയുള്ള അതിക്രമം തടയാനുള്ള ഓർഡിനൻസ് പ്രാബല്യത്തിൽ വന്നു. കേന്ദ്രമന്ത്രിസഭ അംഗീകരിച്ച ഓർഡിനൻസിന് രാഷ്ട്രപതി അംഗീകാരം നൽകി. അക്രമികൾക്ക് 3 മാസം മുതൽ 5 വർഷം വരെയും ഗുരുതരമായ കേസുകളിൽ 6 മാസം മുതൽ 7 വർഷം വരെയും തടവ് ശിക്ഷ വ്യവസ്ഥ ചെയ്യുന്നതാണ് ഓർഡിനൻസ്. അക്രമികളിൽ നിന്ന് പിഴ ഈടാക്കാനും ഓർഡിനൻസ് വ്യവസ്ഥ ചെയ്യുന്നു. ഇൻക്യുബേഷൻ കാലയളവിന് ശേഷവും കോവിഡ് പോസിറ്റീവ് ആവുന്നവർ കേരളത്തിലുണ്ടെങ്കിലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് വൈറോളജി വിദഗ്ധർ. ഇൻക്യുബേഷൻ കാലയളവ് പൂർത്തിയായാലും ശരീരത്തിൽ വൈറസ് സാന്നിധ്യത്തിന് സാധ്യതയുണ്ടാവാം. കാലയളവ് പൂർത്തിയായാലും ഇത് പകരാനിടയില്ല എന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. കോവിഡ് വൈറസ് ഒരാളുടെ ശരീരത്തിൽ പ്രവേശിച്ചാൽ മറ്റുള്ളവരിലേക്ക് പകരാനുള്ള ശേഷി വളരെ കുറച്ച് ദിവസം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. രോഗലക്ഷണങ്ങൾ കാണിക്കുന്നതിന് 2 ദിവസം മുൻപും രോഗലക്ഷണങ്ങൾ തുടങ്ങി ഒരാഴ്ച കാലയളവ് വരെയുമാണ് ഇത്തരത്തിൽ വൈറസിന് പകരാനുള്ള ശേഷിയുണ്ടാവുക. അതിനാൽ തന്നെ 14 ദിവസത്തിന് ശേഷം രോഗലക്ഷണങ്ങൾ ആരെങ്കിലും കാണിച്ചാലും അവരിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് രോഗം പകരാനുള്ള സാധ്യത വളരെ കുറവാണ്. രോഗം പകർത്താനുള്ള ശേഷി നഷ്ടപ്പെട്ടാലും വൈറസിന്റെ RNA സാന്നിധ്യം ശരീരത്തിൽ കുറച്ചു കാലത്തേക്ക് കൂടി ഉണ്ടാകാനിടയുണ്ട്. സാധാരണഗതിയിൽ ഇപ്പം കോവിഡിന്റെ കാര്യത്തിൽ നമുക്ക് സിംറ്റംസ് കാണിക്കുന്നതിന് ഒരു 2 ദിവസം മുൻപ് പ്രീ സിംറ്റം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പുള്ള 2 ദിവസം മുതൽ ഏതാണ്ട് ഒരാഴ്ച വരെയാണ് മാക്സിമം അതിന് ഇൻഫെക്ടിവിറ്റി ഉള്ളത്. അതിനുശേഷം ഗ്രാജുവലി അത് കുറയും. അതിന് ഒരു 14 ദിവസമൊക്കെ കഴിയുമ്പോഴത്തേനും പേഷ്യൻ്റ് ഒട്ടും ഇൻഫെക്റ്റീവ് അല്ലാതാകും. ഈവൻ ദോ നമ്മൾ PCR ചെയ്താൽ RNA ചിലപ്പം കണ്ടെന്നിരിക്കും. PCR ടെസ്റ്റിൽ വൈറസിന്റെ RNA മാത്രമേ കണ്ടെത്താനാകൂ. അതിനാൽ തന്നെ വൈറസിന്റെ പകർച്ചാശേഷി നഷ്ടപ്പെട്ടാലും PCR ടെസ്റ്റിൽ RNA സാന്നിധ്യമുണ്ടെങ്കിൽ ടെസ്റ്റ് പോസിറ്റീവാകും. ആന്റിബോഡി ടെസ്റ്റ് കൂടി നടത്തിയാൽ വൈറസിന്റെ പകർച്ചയ്ക്കുള്ള കഴിവുണ്ടോ എന്ന് കണ്ടെത്താനാകും. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവർക്ക് IgM ആന്റിബോഡിയും IgG ആന്റിബോഡിയും ഉണ്ടോ എന്ന് നോക്കുക. IgM ആന്റിബോഡി മാത്രമേ ഉള്ളെങ്കിൽ ഇവർ ഇപ്പോഴും ആ ഒരു ഇൻഫെക്ഷൻ്റെ ഒരു ഫേസിലൂടെ തന്നെ പോയിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഇൻഡിക്കേഷൻ. IgM മാത്രമേ ഉള്ളെങ്കിൽ. അതേസമയം ഇവർക്ക് IgMന്റെ കൂട്ടത്തിൽ IgG ആന്റിബോഡിയും കൂടെ വന്നിട്ടുണ്ടെങ്കിൽ അവർ ഒരു കൺവാലസെന്റ് ഫേസിലേക്ക് പോവുകയാണ്. പത്തനംതിട്ടയിൽ ആദ്യ ക്ലസ്റ്ററിൽ രോഗം പകർന്ന 62-കാരിക്ക്
കഴിഞ്ഞ ദിവസങ്ങളിൽ വരെ വൈറസ് പോസിറ്റീവ് കാണിച്ചതും ഇതേ സാഹചര്യമാണെന്നാണ് വിദഗ്ധ അഭിപ്രായം. ന്യൂസ് 18 തിരുവനന്തപുരം. പെരിയാറിൽ നിന്നും മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ നേതൃത്വത്തിൽ സാമ്പിളുകൾ ശേഖരിച്ചു. ഹൈക്കോടതി നിർദ്ദേശപ്രകാരമായിരുന്നു പരിശോധന. അതേസമയം ബോർഡ് ചെയർമാന്റെ പരിശോധന പ്രഹസനമാണെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ലോക്ക്ഡൌൺ കാലത്തും പെരിയാറിൽ മലിനീകരണം രൂക്ഷമാണെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തത്. ഇതേ തുടർന്ന് മലിനീകരണ നിയന്ത്രണ ബോർഡ് ചെയർമാൻ KP സുധീറിന്റെ നേതൃത്വത്തിലുള്ള സംഘം സാമ്പിളുകൾ ശേഖരിച്ചു. പ്രാഥമികമായി ഒന്നും പറയാനാവില്ലെന്നും റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. എന്ത് കഴിഞ്ഞാലും നമ്മൾ വന്നിട്ടുണ്ട്, 3 ഏജൻസിയിൽ അന്വേഷിക്കുന്നുണ്ട്, 3 ഏജൻസിയെ കൊണ്ട് അനാലിസിസ് നടത്തിക്കുന്നുണ്ട്. എന്തൊരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാലും അതിനെ പല രീതിയിലും വ്യാഖ്യാനിക്കപ്പെടും. ഞാൻ അതിനെക്കുറിച്ചൊരു അഭിപ്രായം പറയുന്നില്ല. നമുക്ക് എന്ത് കഴിഞ്ഞാലും അനാലിസിസിന്റെ സയന്റിഫിക് ആയിട്ടുള്ളൊരു റിസൾട്ട് വരും, അതിനനുസരിച്ച് നമുക്ക് മുമ്പോട്ട് പോകും. രാവിലെ 8 മണിക്ക് ബണ്ടിന് സമീപം തെളിവ് ശേഖരിക്കുമെന്നാണ് അറിയിച്ചിരുന്നത്. എന്നാൽ ബണ്ട് വേണ്ടവിധം ഉയർത്താൻ കഴിയാത്ത വേലിയേറ്റ സമയത്താണ് ചെയർമാനും സംഘവും എത്തിയത്. പരിശോധന പ്രഹസനമാണെന്ന് നാട്ടുകാർ ആരോപിച്ചു. അങ്ങനെ എറണാകുളത്തുള്ള ചീഫ് എഞ്ചിനീയർ വിളിച്ചപ്പോൾ ഞങ്ങൾ ലോക്ക്ഡൌൺ കാലമാണ്, ഞങ്ങൾ പരിശോധിക്കാൻ വരാമെന്ന് പറഞ്ഞിട്ട് ഇത്രയും ദിവസം ഇരുന്നിട്ട് ഇന്നലെ ഹൈക്കോടതി ഇടപെട്ടിട്ടാണ് ഇന്നിപ്പോൾ എല്ലാവരും PCB ചെയർമാൻ, തിരുവനന്തപുരത്തുള്ള ചെയർമാൻ വരെ ഇന്ന് വന്നു. ലോക്ക്ഡൌൺ കാലത്തും തീരത്തുള്ള വ്യവസായ സ്ഥാപനങ്ങൾ പെരിയാറിലേക്ക് മാലിന്യം തള്ളുന്നുവെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ഇതിനെതിരെ രൂക്ഷമായ പ്രതിഷേധമാണ് പ്രദേശവാസികൾ ഉയർത്തുന്നത്. ന്യൂസ് 18 കൊച്ചി. ലോക്ക്ഡൌൺ പ്രകൃതിയിലുണ്ടാക്കിയ മാറ്റങ്ങൾ ശ്രദ്ധേയമാണ്. അന്തരീക്ഷത്തിലെ മാലിന്യം കുറഞ്ഞു, പുഴകൾ തെളിനീരായി. ഇത്തരം ഒരു കാഴ്ച കോഴിക്കോടുമുണ്ട്. കല്ലായ്പുഴയും കനോലി കനാലും തെളിഞ്ഞ് ഒഴുകുകയാണ്. ഇത്ര വൃത്തിയിൽ കാണുന്നത് ഞങ്ങൾ ചെറുപ്പത്തിലെ കണ്ട പോലത്തെ ഒരു ഭംഗി ഇപ്പോൾ കിട്ടുന്നുണ്ട്. ഞങ്ങളെപ്പോൾ ഞങ്ങൾക്ക് തിരിച്ച് കിട്ടി എന്നുള്ളൊരു സന്തോഷമുണ്ട്. ആദ്യമൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ കുട്ടികളും ഓരോ സ്ഥലത്തു നിന്നും വന്നിട്ട് നീന്തം വരെ പഠിക്കുന്ന പുഴയുന്നത്. ഇപ്പോൾ ഈ വേസ്റ്റ് ഇതൊന്നും വരാതായപ്പോൾ തന്നെ ആദ്യത്തെ അതേമായി ആയി വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഒരു മാസം കൂടി ഇങ്ങനെ തന്നെ പോവുകയാണെങ്കിൽ ഇത് ശരിക്കും ഒരു സ്വിമ്മിംഗ് പൂളും ആയിട്ടുണ്ടാവും. എരഞ്ഞിപ്പാലം മുതൽ കല്ലായിൽ അവസാനിക്കുന്നതുവരെ 100-ലേറെ അഴുക്കുചാലുകളാണ് കനോലി കനാലിലേക്ക് തുറന്നു വെച്ചിരുന്നത്. ലോക്ക്ഡൌണിൽ ഈ അഴുക്കുചാലുകളെല്ലാം നിശ്ചലം. സംഗതി ഇപ്പം മൊത്തത്തിൽ ഈ ലോക്ക്ഡൌൺ വന്നതിന് ശേഷം വലിയൊരു കുറവുണ്ട്. ആ മൗത്ത് ക്ലിയർ ആയതുകൊണ്ട് ഈ കൊതുകിൻ്റെ പ്രശ്നം ഇപ്പോൾ വളരെ, കാരണം വെള്ളത്തിൻ്റെ ഫ്ലോ കൂടിയിട്ടുണ്ട്. പണ്ട് കാലത്ത് ലാറ്റിനടക്കം എല്ലാം ഇതിനകത്തേക്കായിരുന്നു, കാരണം അന്ന് അത്രയും ഫ്ലോ ഉണ്ടായിരുന്നു. എല്ലാവിധത്തിലും മരവും തോണിയെല്ലാം പോയിങ്ങളും എല്ലാ കാലവും അടച്ചിട്ടിരിക്കാൻ കഴിയില്ല. പക്ഷേ നമുക്ക് മലിനജലം ജലസ്രോതസ്സുകളിലേക്ക് ഒഴുക്കിവിടാതിരിക്കാൻ കഴിയും. ലോക്ക്ഡൌണും കോവിഡും പഠിപ്പിച്ച പല പാഠങ്ങളിലൊന്ന്. കോഴിക്കോട് നിന്നും ശ്രീത് കല്ലുമുട്ടിക്കൊപ്പം മുഹമ്മദ് ഷഹീദ്, ന്യൂസ് 18. സ്പ്രിംഗ്ലർ കരാറിന്റെ ഭാഗമായി ശേഖരിക്കുന്ന വിവരങ്ങൾ ചോരില്ലെന്ന് ഹൈക്കോടതിയിൽ സംസ്ഥാന സർക്കാരിന്റെ ഉറപ്പ്. വിവരശേഖരണം സ്വകാര്യതയുടെ ലംഘനമല്ലെന്നും സംസ്ഥാന സർക്കാർ കോടതിയെ അറിയിച്ചു. കമ്പനിക്കെതിരെ ന്യൂയോർക്കിലും ഇന്ത്യയിലും നിയമ നടപടി സാധ്യമാണെന്നും സർക്കാർ വ്യക്തമാക്കുന്നു. സ്പ്രിംഗ്ലർ കരാറിനെതിരെ സമർപ്പിക്കപ്പെട്ട ഹർജികൾ നാളെ ഹൈക്കോടതി പരിഗണിക്കും. കോവിഡ് കാലത്ത് അതിജീവനത്തിന്റെ സന്ദേശം പകരുന്ന കുട്ടികളുടെ രചനകൾ പുസ്തകമാക്കി പൊതുവിദ്യാഭ്യാസ വകുപ്പ്. അക്ഷരവൃത്തം പദ്ധതിയുടെ ഭാഗമായാണ് പുസ്തകം പുറത്തിറക്കിയത്. ഭയമല്ല കരുതലാ നടിയുറച്ച നാളെ അതിജീവനത്തിൻ കഥ പറയാൻ. ഭയമല്ല കരുതലാണ് വേണ്ടതെന്ന് വിളിച്ചോതുന്ന കുട്ടിക്കവിതകൾ. കേരളം ഈ വറുതിയുടെ കാലവും അതിജീവിക്കുമെന്ന ആത്മവിശ്വാസം പകരുന്ന കഥകളും ലേഖനങ്ങളും. ഒരു പകർച്ചവ്യാധിക്കും ദുരന്തത്തിനും കീഴ്പ്പെടുത്താനാകാത്തതാണ് കേരളത്തിന്റെ കരുത്തെന്ന് ഈ സൃഷ്ടികൾ സാക്ഷ്യപ്പെടുത്തുന്നു. ലോക്ക്ഡൌൺ കാലത്ത് കുട്ടികളുടെ സർഗശേഷി വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വിദ്യാഭ്യാസ വകുപ്പ് പുസ്തകം പുറത്തിറക്കിയത്. 1 മുതൽ 12 വരെയുള്ള ക്ലാസുകളിലെ വിദ്യാർത്ഥികളുടെ രചനകൾ ഉൾപ്പെടുത്തിയാണ് പുസ്തകം. സാധാരണ എല്ലാ വെക്കേഷനിലും നമ്മൾ ടൂറ് പോവും, എവിടെയെങ്കിലുമൊക്കെ പോകാറുണ്ട്. പക്ഷേ ഈ വെക്കേഷൻ നമുക്ക് വീട്ടിൽ തന്നെ, വീട്ടിൽ എന്താണ് ചെയ്യേണ്ടത്, വീട്ടിൽ എന്തൊക്കെ വേണം ചെയ്യാൻ, വീട്ടിലത്തെ എല്ലാ കാര്യങ്ങളും നമ്മൾ എല്ലാം ശ്രദ്ധിച്ച് അവിടെ തന്നെ ഇരിക്കുക. പരിസ്ഥിതി, ആരോഗ്യം, ശുചിത്വമടക്കം വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കിയുള്ള രചനകളാണ് പുസ്തകത്തിലുള്ളത്. അരുൺ പാലോടിനൊപ്പം SS ശരൺ, ന്യൂസ് 18 തിരുവനന്തപുരം. തെന്നിന്ത്യൻ സംഗീത ലോകത്ത് പകരം വയ്ക്കാനാവാത്ത ശബ്ദമാധുര്യത്തിന് ഇന്ന് 81ാം പിറന്നാൾ. മലയാളത്തിന്റെ ദത്തുപുത്രി S ജാനകിക്ക് പിറന്നാൾ ആശംസകൾ നേരുകയാണ് സംഗീത ലോകം. ഈ ഒരു റിപ്പോർട്ടോടുകൂടി ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നമസ്കാരം. യേശുദാസിനൊപ്പം ദേവരാജൻ മാസ്റ്റർ ഇടം നൽകിയ യുഗ്മഗാനമായിരുന്നു മലയാളത്തിലാദ്യം. മയക്കം വരാതെ
സുന്ദര ചന്ദ്രലേഖ. MS ബാബുരാജ്, ഇളയരാജ തുടങ്ങി S ജാനകിയുടെ ശബ്ദമധുരിമയിൽ നിന്ന് ഹിറ്റുകൾ മെനഞ്ഞെടുത്ത എത്രയോ പേരുണ്ട്. 1938 ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂർ ജില്ലയിലാണ് ജനനം. 1957 ആദ്യമായി സിനിമയിൽ പാടുന്നത്. വിവിധ ഭാഷകളിലായി 20,000-ലേറെ ഗാനങ്ങൾ. സാങ്കേതിക വിദ്യയുടെ സഹായമില്ലാതെ ഉച്ചാരണ ശുദ്ധി കൊണ്ട് ഭാഷകളെ നിഷ്പ്രഭമാക്കി ജാനകി. 4 ദേശീയ പുരസ്കാരങ്ങൾ, 14 തവണ സംസ്ഥാന പുരസ്കാരം. 2013 പത്മഭൂഷൺ ലഭിച്ചെങ്കിലും വൈകി വന്ന അംഗീകാരത്തെ സ്വീകരിച്ചില്ല. 2017 മൈസൂരിൽ ആയിരങ്ങളെ സാക്ഷിയാക്കി സിനിമയിലും പൊതുവേദിയിലും പാടുന്നത് അവർ അവസാനിപ്പിച്ചു. സിനിമാ ലോകത്ത് ഹൃദയവിശുദ്ധിയും വിനയവും ഒരുപോലെ കാത്തുസൂക്ഷിച്ച ജാനകി വിരഹമായും പ്രണയമായും ഇപ്പോഴും ആരാധകരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, News 18.